എല്ലാ തലങ്ങളിലും എല്ലാ നിറങ്ങളിലുമുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി നമുക്ക് വന്നിട്ടുണ്ട്. അതിപ്പോൾ സാമൂഹികമായിട്ടുള്ള ഒരു പ്രതിസന്ധിയുടെ കാര്യമാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ ഒപ്പം നിർത്തുക എന്നുള്ളത് മുതൽ നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള ആശങ്കകൾ മുതൽ സാങ്കേതികമായിട്ട് വന്നിട്ടുള്ള തടസ്സങ്ങൾ മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പദ്ധതി കുറച്ച് കാലതാമസം നേരിട്ടിരുന്നു. അത് ഈ പറഞ്ഞ ഊഖിയും കോവിഡും അതിനുശേഷം വന്ന മഹാപ്രളയവും എല്ലാം അതൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ മുതൽ ഇപ്പോൾ നമുക്ക് ശരിക്കും ചിന്തിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഒരു പക്ഷേ വന്ന് ഭവിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പോൾ അതിലും ആ ഒരു സമരമൊക്കെ കഴിഞ്ഞ ഒരു സമയത്താണ് ശരിക്കും ഞാനിവിടെ പ്രവേശിക്കുന്നത്. അപ്പോൾ അതിന് ശേഷവും നമുക്ക് വീണ്ടും നിയമപ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ആർബിട്രേഷൻ ഉണ്ടായിരുന്നു, അല്ലാതെ ഈ പറഞ്ഞ പോലെ സാങ്കേതികമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. അല്ലാണ്ട് വാണിജ്യമായിട്ട് നമ്മൾ ഈ തുറമുഖം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ തുറമുഖം നിർമ്മിക്കുക എന്നുള്ളതിലുപരിയായിട്ട് അതിന് സമുദ്രാധിഷ്ഠിത വാണിജ്യ മേഖലയിൽ നല്ലൊരു മുദ്ര പതിപ്പിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ഓപ്പറേഷൻസ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നമുക്ക് അത്രയുമുള്ള ബിസിനസ്, നമുക്ക് ചരക്ക് ഗതാഗതം അത്രയധികം നമ്മുടെ തുറമുഖത്തിലേക്ക് വരണം. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഘട്ടത്തിലും ശരിക്കും ചെറുതും വലുതുമായിട്ടുള്ള പ്രതിസന്ധികൾ, വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്.